ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇതിൽ ഞാൻ ഓവനോ ബീറ്ററോ അതുപോലെ തന്നെ കുക്കറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് വീട്ടിൽ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീല് നല്ല അടികട്ടിയുള്ള ഏത് പാത്രത്തിലാണെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ചെറിയ പാക്കറ്റ് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിയ കേക്ക് വേണോ അതനുസരിച്ചിട്ട് ബിസ്ക്കറ്റ് കൂടുതൽ എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 50 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ്. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലേവറിലുള്ളതാണ് എടുത്തേക്കുന്നത്. അതെനിക്ക് അന്നേരം അങ്ങനെ കിട്ടിയത്, അതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ വാനില വെച്ചിട്ട് മാത്രം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വാനില മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിതിൻ്റെ ക്രീമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രം ഞാനൊരു മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഞാനൊരു വലിയ ബൗളിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡ ഉള്ളെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പും കൂടെ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ബിസ്ക്കറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു ബാറ്റർ ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴിക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് വീഴുക. അതാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പരുവം. ഇനി ഇതിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലോട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് യോജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുക്കണം. അപ്പോൾ അത് സ്റ്റീലോ അലൂമിനിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ ഏത് വേണമെങ്കിലും എടുക്കാം. അടി കട്ടിയുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടിയിൽ മാത്രമല്ല, സൈഡൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടെ ആ ഒരു ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക, ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടി കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതും ലോ ഫ്ലെയിമിലായിരിക്കണം, മീഡിയം ഫ്ലെയിമിലൊന്നും ആവരുത്, അടി കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നന്നായിട്ട് കട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങളൊരു പാൻ ആദ്യം വെക്കുക, ഒരു പഴയ പാൻ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കട്ടി കുറവൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ പാനിൻ്റെ മുകളിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബേക്കിംഗ് ടൈം ആവശ്യമായിട്ട് വരും കേട്ടോ. നമ്മൾ ഡയറക്റ്റാണ് വെക്കുന്നതെങ്കിൽ 15 മിനിറ്റോളം നമുക്ക് മതിയാകും. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അന്നേരം ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാറ്റുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ശരിക്കും മോൾഡ് ചെയ്യുന്ന പോരാനായിട്ട് പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. അതിനായി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും
അരക്കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഒന്നിച്ചല്ല ഞാൻ ഒഴിക്കുന്നത്, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് സ്റ്റൗവിലോട്ട് മാറ്റുന്നില്ല കേട്ടോ. നമ്മൾ ഫുള്ള് പാല് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ ആക്കിയിട്ടാണ് നമ്മളിത് ഗ്യാസിലോട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ കട്ട കെട്ടി പോവുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ബാറ്റർ തിക്കായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ തന്നെ 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പുറത്തിരുന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് പേരെഴുതാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ കോൺഫ്ലവറും അതുപോലെ ഒരു 1/4 ഗ്ലാസ് പാലും കൂടെയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇത് തിക്കാക്കി എടുക്കണം. നന്നായിട്ട് തിക്കാക്കി എടുത്താലേ നമുക്ക് പേര് നല്ല കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടുമെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മൂല വന്നിട്ട് ചെറുതായിട്ട് നമുക്ക് കത്രി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, നമുക്ക് എഴുതാൻ പാകത്തിന് മാത്രം. എന്നിട്ട് നമുക്കിത് എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണോ എഴുതേണ്ടത്, ഞാനിത് തയ്യാറാക്കിയത് നമുക്ക് ഫാദേഴ്സ് ഡേയുടെ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് തന്നെയാണ് ഞാൻ എഴുതിയതും. എന്നിട്ട് പിന്നെ നമുക്ക് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് 3 ചെറി കഷ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തയ്യാറാക്കിയപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റിയൊരു കേക്കാണെന്ന്. അപ്പോൾ എന്താ പറയുക, ബർത്ത്ഡേക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അറിയില്ലാത്തവർ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.